വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നല്ലൊരു മൊമെന്റ് ആണ്. അതൊരിക്കലും കുളം തോണ്ട. എത്ര പേര് 35 വയസ്സ് കൂടുതലുള്ളവർ കിട്ടുന്നുണ്ടായിരിക്കും നിനക്കറിയാവോ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്റെ കല്യാണമായിരുന്നു ഫെബ്രുവരി 16, 2025. സോ നമ്മുടെ ബ്രോ കഷ്ടപ്പെട്ട്, മനു ബ്രോ അല്ലേ, കഷ്ടപ്പെട്ട് ഇവിടെ താഴെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളത് അല്ലേ? അപ്പം എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? ഇത് SK സൂരജ് ചെയ്ത ഔട്ട്ഫിറ്റ് ആണ്. അതില് ഈ കാണുന്ന ഡിസൈൻ മൊത്തം ചെയ്ത ആരതിപ്പൊടിയാണ് ഈ ഡിസൈൻ. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? എങ്ങനെയുണ്ട് മൊത്തത്തില്? ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ? കാണാം, കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആ ഒരു സ്ഥലം മൊത്തത്തിൽ ആൾക്കാരെല്ലാരും ഇങ്ങനെ കണ്ടു നിൽക്കെ നമുക്ക് ആ ഒരു കല്യാണം, എന്താ പറയാ, താലികെട്ടാന്ന് പറഞ്ഞ ഒരു ഭാഗ്യം എനിക്ക് എന്തായാലും കിട്ടി. പിന്നെ ഭയങ്കര ഹാപ്പി ബ്രോ, ഭയങ്കര ഹാപ്പി. ടെൻഷൻ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ട്. എങ്ങനെയാണ് എന്താണ് അറിയത്തില്ലല്ലോ നമുക്ക്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയാ, വീഡിയോസ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് അറിഞ്ഞു. എന്താ പറയാ, എല്ലാവരും പ്രാർത്ഥന, അനുഗ്രഹവും സ്നേഹം ഉണ്ടായതുകൊണ്ടെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നല്ല നല്ല തംബ്നെയില്, നല്ല നല്ല ക്യാപ്ഷൻസ്, നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പം എല്ലായിടത്തും ഒരുപാട് നന്ദി, താങ്ക് യു. സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അമ്പലത്തിൽ വെച്ചേ ഒരുപാട് അമ്മമാര് വന്നിട്ട് റോബിനെ അതെ. കെട്ടിപ്പിടിക്കുകയും ഉമ്മയൊക്കെ ചെയ്യുന്നു. ആ. ആ പഴയ സ്നേഹം ഇപ്പോഴും പിന്നെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ബ്രോ. ഞാൻ ഡെയിലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ. പിന്നെ ഇന്നിപ്പോ കല്യാണമായിട്ട് രണ്ടുപേരും ടെൻഷനാണ്. അല്ല, ടെൻഷൻ ഒബ്വിയസ്ലി ഉണ്ടാവില്ല. കാരണം ഫംഗ്ഷനല്ലേ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ കുറച്ച് കൂളായി. കാരണം രാവിലെ അത് കഴിഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു, നമുക്ക് ആ കെട്ടാൻ പോകുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞു എന്തായാലും. താങ്ക് യു. വെഡിങ് പ്ലാനർ, ഓക്കെ. ഇവന്റ് കാരണം അവര് വൺ ടച്ച് ആയാലും മാരി ടച്ച് ആയാലും ഒരു ഒന്ന് രണ്ടെണ്ണം വിട്ടു. കാരണം കൊടിയാണ് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് നടത്തിയത്. അന്ന് നിങ്ങൾ അവിടെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. നീ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും വിചാരിക്കില്ല അത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഫാമിലിയാണ് അത് ഔട്ട്സൈഡ് ഗസ്റ്റ്. ഇല്ല അങ്ങനെ വലിയ ഇല്ല അങ്ങനെ വലുതായിട്ട് ബിഗ് ബോസിൽ മറ്റു താരങ്ങളൊക്കെ റിസപ്ഷൻ ആണ് അയച്ചത്. അവര് ആക്ച്വലി ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ കല്യാണം വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് അധികം ആൾക്കാരില്ലാതെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് മാത്രം ചെയ്ത ഫംഗ്ഷനാണ്. അപ്പം ലക്ഷ്മി ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. വേറെ ആരും വിളിക്കാതെ, വേറെ ഒന്നും കൊണ്ടല്ല. അത് നമ്മൾ ഫാമിലിയായിട്ട് എടുത്തൊരു തീരുമാനം അങ്ങനെയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആരുടെ പ്ലാനിങ്? ഞാൻ കേട്ടിട്ടില്ല. അതേപോലെ Exactly. റയർ ആയിട്ടാണ് ഞാൻ അല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഈ ഒരു ചോദ്യം വരെ വന്നത്. അപ്പൊ ഞങ്ങള്, കാരണം എന്റെ ഒരു ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള ഒരു ടീമാണ്. സോ അവരാണ് ആക്ച്വലി, അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. 2 വർഷത്തെ കംപ്ലീറ്റ് പാക്കേജ്, ഫുൾ ട്രാവൽ, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം അവരാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. 27+ കൺട്രി, ഓരോ മാസം ഓരോ കൺട്രിയിലായിരിക്കും പോകുന്നത്. അപ്പം ഡെസ്റ്റിനേഷൻ ആണ്, ബെസ്റ്റ് ഓഫ് എവറി നേഷൻ. ഫസ്റ്റ് രാജ്യം പോണത് ഈ 26-ാം തീയതി എന്ന് വെളുപ്പാൻ കാലത്ത് അസർബൈജാൻ. പൊടിക്ക് മഞ്ഞ് കളിക്കണമെന്നാണ്. ഞാൻ അങ്ങനെ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. ഞാൻ പറയാം, ഞാൻ വീഡിയോ ഇടും. വീഡിയോ എന്തായാലും ഇടും. പിന്നെ എല്ലാം പൊടിയുടെ പ്ലാനിങ് ആണോ? അല്ല, ഇതെന്റെ പ്ലാനിങ്. ഈ ഒരു ഹണിമൂണിന്റെ ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും അധികം സ്ഥലങ്ങളൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു പ്ലാൻ ആയിരുന്നു ആ ഒരു സമയത്ത്. പൊടിയ എന്തായി? വണ്ടി ഇരിക്കാ പൊടിയെ. ഹലോ പൊടിയെ, അയ്യോ കട്ട് ചെയ്താ. അപ്പത്തേക്ക് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ബിരിയാണി ലാലേട്ടൻ ആക്ച്വലി ഇവിടെ ഇല്ല, തിരക്ക. അപ്പം ഞാൻ ഇൻഡിവിജ്വലി പോയി കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിയെ തിരക്കായത് കാരണം പിന്നെ കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും പോയി എന്ത് ചെയ്യാം, വാങ്ങാനായിട്ട്. അത്രയും എപ്പോഴാണെങ്കിലും വാങ്ങാമല്ലോ. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയ സെലിബ്രിറ്റീസോ വലിയ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർ, നിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. ചോദിക്കണം എന്തോ അതായത് സാധാരണ ഈ ബ്രോ, നിന്റെ വീഡിയോസ് ഒക്കെ നല്ലതാണ്. നീ ആ ക്യാപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ പൊളിയാ. നോക്ക്, ഞാൻ നീ ഇരുന്നുണ്ടാവും. നല്ലൊരു മൊമെന്റ് ആണ്. അതൊരിക്കലും കുളം തോണ്ടരുത്. പൊതുവെ ഒരു വയസ്സ് 38 വയസ്സ് കഴിഞ്ഞാൽ
പോകുന്ന ആള് ഭയങ്കര വില്ലേജിലായിട്ട് പണം കിട്ടും. അങ്ങനെ ഒരു പൊതുവെ ഉണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ റോബിന് അത്ര ഏജ് ആയി, എന്നിട്ട് ആ ഏജിലാണ് ഇപ്പൊ കിട്ടാതെ അതങ്ങനെ ഞാൻ പറഞ്ഞത്. ഫെയർ ആണെങ്കിലും നല്ല ഫെയർ ആയിക്കോട്ടെ കിട്ടി. അപ്പൊ ഈ അവസരത്തിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരോട് എന്താ പറയുക? അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ട് ബ്രോ. ഞാനത് ചുമ്മാ പറയുന്നതല്ല. എനിക്കിപ്പോ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പോകണമെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ. പക്ഷേ ഏജ് ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പലരും, അല്ലെങ്കിൽ ഒരു 32 കഴിയും, അല്ലെങ്കിൽ 34 കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അവർ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ ഫോർച്യുനേറ്റ്ലി ഞാൻ കുടീനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു. എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രായമുള്ള ആൾക്കാരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ എത്ര പേര് 35 വയസ്സ് കൂടുതലുള്ളവർ കിട്ടുന്നുണ്ടായിരിക്കും നിനക്ക് അറിയാവോ? അല്ലേ? ഞാൻ പറയട്ടെ, ഒരു 100-ൽ ചിലപ്പോൾ ഒരു 50% ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. ഒരു 50% എല്ലാത്തിലും ഇല്ലേ? അങ്ങനെയുള്ള എല്ലാവർക്കും കല്യാണം കഴിക്കട്ടെ, എല്ലാവർക്കും എന്താ പറയാ, നല്ലൊരു വധുവിനെ വരനും കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, കാരണം അത് എല്ലാവരുടെ ആഗ്രഹമില്ല. നമ്മളൊക്കെ ഒരു, അല്ലേ? നിനക്ക് എത്ര വയസ്സായി? നിനക്കൊരു 26, 28 ഉണ്ട്. അപ്പൊ കെട്ടിയാ? കെട്ടണ്ടേ? കെട്ടി കെട്ടിയിട്ട് വേണം നിന്നെ ഏറി കേട്ടാൻ. ക്യാപ്ഷൻ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിളിച്ചോ ഒരു സെക്കൻഡ് പൊടിയാ. ഞാനത് പറഞ്ഞ അവരല്ലേ അത് പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കൂ, ഒരു മിനിറ്റ്. ഒന്നുമില്ല, എൻട്രിക്ക് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ. കല്യാണം വരെ ബോഡി പ്ലാൻ ചെയ്തു, പിന്നീട് ടോട്ടൽ പ്ലാൻ ചെയ്തു. അല്ല, അങ്ങനെയല്ല ബ്രോ. ഇതില് മ്യൂച്വലി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ പൊടിയുടെ ആഗ്രഹങ്ങള്, ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടുപേരുടെ ഉണ്ട്. ഫുഡ് കഴിക്കുക, എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകണം കേട്ടോ. അകത്തേക്ക് മാത്രമേ എന്തുള്ളൂ. അയ്യോ, അല്ല 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 അല്ല, കാശ് കൊടുക്കേണ്ടതിന് കാശ് കൊടുക്കുന്നുണ്ട്, കൊളാബ് കൊടുക്കേണ്ടത് കൊളാബ് കൊടുക്കുന്നുണ്ട്. കൊളാബ് കൊടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് റീച്ചും കുറച്ചൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ കൊളാബ് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പൊ എല്ലാം അങ്ങനെയല്ല. ഇതിൽ മോസ്റ്റ്ലി എല്ലാം നമ്മൾ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മാത്രം കൊളാബ്, അത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്കത് ഒരു കൊളാബ് വീഡിയോ മതി എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. സിനിമയുടെ കാര്യമൊക്കെ ഒരു സെക്കൻഡ്. സൂര്യ, സിനിമയുടെ കാര്യമൊക്കെ സിനിമ പയ്യെ ചെയ്യാന്ന് വിചാരിച്ചല്ലോ. ആഗ്രഹമുണ്ട്.